നമ്മൾ വായന പറ്റി പറഞ്ഞിട്ട് മുസ്ലിങ്ങൾക്ക് മോമിനിങ്ങൾക്ക് ഭയങ്കര പരാതി. കാലല്ല ഉസ്താദെ. ഒരാൾ ചോദിക്കുക ഒന്ന് പോയാൽ ഒന്ന് എനിക്ക് കളിപ്പിച്ചു തന്നു. നിങ്ങൾ അള്ള അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കൂല എന്നല്ല ഖുർആനിൽ പറഞ്ഞു. അതെന്താ നിങ്ങൾ പറയാത്തത്? നമ്മൾ അള്ള അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറയണോ? ആരാ പറയണം അവനോട്? ഖുർആൻ എന്നാ ശരിക്കും പറയും നിങ്ങൾ. ഖുർആനിലൂടെ കല പറഞ്ഞാണ് ഇല്ലേ? അങ്ങനെ പറഞ്ഞു ഖുർആനിൽ കലനെ വിമർശിച്ചോണോ? ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഖുർആനിൽ അള്ളാഹുതആല പറയാണ് മുഅ്മിനീങ്ങളെ, ഈ സിനിമയിൽ ഇങ്ങനെ വന്നിട്ട് ഒരു പെണ്ണ് വന്നിട്ട് ആണിൻ്റെ ഒപ്പം അഭിനയിക്കുക, ഒരുത്തൻ്റെ ഭാര്യയായിട്ട്, ഒരുത്തൻ്റെ പെങ്ങളായിട്ട്, ഒരുത്തൻ്റെ അമ്മയായിട്ട്, ഉമ്മയായിട്ട്, മകളായിട്ട്, അങ്ങനെയുള്ള അഭിനയങ്ങളും നൃത്തങ്ങളും ഇതൊക്കെ അല്ലേ സിനിമയിലുള്ളത് എന്നാണ് നമ്മളെ പൊതുവെ ഒരു ഖുർആൻ എന്താ പറഞ്ഞറിയോ? പരിശുദ്ധ ഖുർആൻ പറയാണ്. ഖുർആനിൽ ഏറ്റവും പ്രസിദ്ധമായ ആയത്താണ് സൂറത്ത് ആയത്തുൽ ഹിജാബ്. വൈദാ സഅൽതുമൂഹുന്ന മതാൻ, പെണ്ണുങ്ങളോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, ഒരു വിരിമാണം. നേരെ പിന്നെ അള്ളാഹ് പറയുന്നതാണ്, ഇനിത്തക്കയത്തുന്ന, നിങ്ങൾക്ക് ഭക്തിയുണ്ടെങ്കിൽ പെണ്ണുങ്ങളെ, ഫലാ തഖ്ലഅന ബിൽ ഖൗലി, കൊഞ്ചിക്കൊയഞ്ഞ് സംസാരിക്കരുത്, വഖുൽന ഖൗലൻ മഅറൂഫ, നേരെ ചൊവ്വേ പറയണം. ആ പറച്ചിലിന് കേട്ടാൽ പിന്നത്തും ചോദിക്കാൻ തോന്നരുത്. ഇതിങ്ങനെ കൊഞ്ചി കഴിഞ്ഞ് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് പിന്നെ നിർത്താൻ തോന്നുമോ? എന്തെങ്കിലുമൊക്കെ പിന്നെയും ചോദിക്കാൻ തോന്നൂലേ? വയത്തുമ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, അപ്പോൾ ഹൃദയത്തിൽ ദീനമുള്ള ആളുകൾ ഇതിൽ ആകൃഷ്ടരാവും. ഓല് പിന്നെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു പോകും. ഖുർആൻ പറയാണ്. ഖുർആനിൽ എന്താ പറയണെന്നാ ഈ ചങ്ങായി ചോദിക്കണത്? എന്നൊക്കെ ഞാൻ വേറെ കേൾപ്പിച്ചു തരണോ? അവർ ഒളിപ്പിച്ചു വെക്കുന്ന സീനത്തുകൾ പ്രകടമാകുമാറ് കാലിട്ടടിച്ച് നടക്കരുത് പെണ്ണുങ്ങൾ. കാലിൻ്റെ തളയും പാൽസാരൊക്കെ അല്ലേ, അതിൻ്റെ കിൽക്കൊന്നും പുറത്തേക്ക് കേൾക്കുമാറ് കാലിങ്ങനെ ഇട്ടടിച്ച് നടക്കരുത് പെണ്ണുങ്ങൾ സാധാരണ നടക്കുമ്പോൾ. ഇതാണ് അള്ളാൻ്റെ കൽപ്പന. കേൾക്കണ്ടങ്ങൾ? പിന്നെ അങ്ങനത്തെ ഒരു പെണ്ണിന് ഇവിടെ സിനിമ അഭിനയിക്കാൻ അവിടെ ചാൻസുകളെന്ന് പറഞ്ഞാണ്. വഖർന ഫീ ബുയൂതികുന്ന, പെണ്ണുങ്ങളെ നിങ്ങളുടെ കേന്ദ്രം വീടാണ്. വലാ തബറജന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല, അജ്ഞാനകാലത്തെ സ്ത്രീകൾ അലങ്കാര സമേതം എല്ലാ അലങ്കാരങ്ങളും വെളിവാക്കി പുറപ്പെട്ട പോലെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അലങ്കാരങ്ങളൊക്കെ ഒളിപ്പിച്ചു വെക്കണം. യാ അയ്യുഹൻ നബിയ്യു നബിയെ കുല്ലി അസ്വാജിക, അങ്ങയുടെ പത്നിമാരോട് പറയണം, വിശ്വാസികളുടെ പെണ്ണുങ്ങളോടും പറയണം, ദിനീന അലൈഹിന്ന മിൻ ജലാബീബിന, മുഖം മറക്കുന്ന തട്ടം അവർ താത്തിയിട്ട് കൊള്ളട്ടെ. അത് നല്ല പതിവ്രതകളായ സ്ഥലവൃത്തകളായ സ്ത്രീകളാണെന്ന് അവർ തിരിച്ചറിയപ്പെടാനും അവർ പീഡിപ്പിക്കപ്പെടാതിരിക്കാനും ഏറ്റവും സംശുദ്ധമായ നടപടി അതാണ് മുഖം മറക്കുക. മുഖല്ല സൗന്ദര്യം. പിന്നെ എവിടെ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് എന്ന് പറഞ്ഞാണ്. ഈ ആയത്തിറങ്ങിയ ദിവസം അന്നത്തെ പെണ്ണുങ്ങൾ ഒരു ഇടത്തെ കണ്ണ് മാത്രം കാണുമാറ് അങ്ങനത്തെ ഒരു മൂടുപടം ഇട്ടിട്ടാണ് നടന്നിരുന്നത്. അതിനെ ജിൽബാബ് എന്ന് അതിനെ പറയുന്നുള്ളൂ. സൗദി അറേബ്യയിൽ അടുത്ത കാലം വരെ അങ്ങനെയായിരുന്നു. സൗദി അറേബ്യയിൽ ഇപ്പോഴാണ് അതൊക്കെ റസൂലുള്ളാഹി അന്ന് തന്നെ പറയണം ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നുള്ളൂ.